ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പഴത്തിലേക്ക് ഒരു ഇത്തിരി പാനി ഒഴിച്ച് അതിങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഈ പാനി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനി റെസിപ്പി. ഒരു ചട്ടിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരല്പം ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ ആ ഒരു മധുരത്തിൻ്റെ കുത്തുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവായി കിട്ടും. എന്നിട്ട് നല്ല പോലെ ഇളക്കി അടിയിൽ പിടിക്കാതെ കട്ട പിടിക്കാതെ നല്ല പോലെ കുറുക്കിയെടുക്കാം. നല്ലപോലെ ശർക്കര ഒന്ന് പാനിയായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫ്ലേവറിനായിട്ടുള്ള ജീരകവും ഏലക്കയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സാധാ ജീരകമാണ്, പെരുംജീരകമല്ല. പിന്നെ എനിക്ക് പൊടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ചതച്ചു പൊടിച്ചു എന്നൊരവസ്ഥയിലാണ് ഞാൻ ഇട്ടത്. നല്ല പൊടിയായി ചേർത്താൽ അത്രയും രുചി കൂടും. ഇത് നല്ല പോലെ തിളപ്പിച്ച് ആ വെള്ളം വറ്റിച്ച് നല്ല പോലെ പാനിയായിട്ടെടുക്കാം. പിന്നെ ശർക്കര ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുറുകിയില്ലെങ്കിലും തണുക്കും തോറും അത് കുറുകി വരും. ഒരല്പം പാനി ഒരു പഴത്തിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ശർക്കര പാനി ഫ്രിഡ്ജിൽ ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം.